എല്ലാ ആദിവാസി ഭവനങ്ങളിലും അവശ്യ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്ന പദ്ധതി ഈ വർഷം പൂർത്തീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ. വിശപ്പ് രഹിത കേരളം എന്ന ലക്ഷ്യം ഉടൻ പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 4 വർഷം തികയാൻ പോകുമ്പോൾ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിൽ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത, പട്ടിണിക്കാരില്ലാത്ത, വിശപ്പ് രഹിത കേരളമെന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട്, നയം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നതാണ് അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താൻ റേഷൻ കാർഡ് ലഭ്യമാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. എന്നുമാത്രമല്ല, 5.5 ലക്ഷത്തോളം അതിദരിദ്ര കുടുംബങ്ങളായിട്ടുള്ള BPL ഫാമിലിക്ക് മുൻഗണനാ കാർഡ് നൽകുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പരിപൂർണമായി സംഭരിക്കാൻ കേരളത്തിന്റെ പൊതുമാർക്കറ്റിലെ വിലവർദ്ധനവ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന സ്റ്റേറ്റായി, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ആയിട്ട് പോലും അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്താനും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുവാനും സപ്ലൈകോ ഇടപെടുന്ന ഇടപെടൽ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒന്നാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നിന്നുകൊണ്ടാണ് പുതിയ ഒരു വർഷക്കാലത്തെ ഭാവി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഭാവി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സംസ്ഥാനത്തെ വളരെ സാധാരണക്കാരായ ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യം അവരുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു. എന്നാൽ അത് ഈ വരുന്ന ഒരു വർഷം സമ്പൂർണമായും എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാനുള്ള പരിശ്രമമാണ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ, അശ്രണരായിട്ടുള്ള ആളുകൾ, വിവിധങ്ങളായിട്ടുള്ള മതസ്ഥാപനങ്ങളടക്കം നടത്തുന്ന അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, അത്തരം കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സമ്പൂർണ്ണമാക്കാനുള്ള പരിശ്രമം നടക്കുകയാണ്. കേരളത്തിലെ പൊതു മാർക്കറ്റിലെ വിലവർദ്ധനവ് ബാധിക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അതുപോലെ സേവനങ്ങൾ ലഭ്യമാകുന്ന കെ-സ്റ്റോർ പദ്ധതി 2500 റേഷൻ ഷോപ്പുകളിൽ യാഥാർത്ഥ്യമാക്കും. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ, അതുപോലെ ന്യായവിലയ്ക്ക് ലഭ്യമാകുന്ന പെട്രോൾ, ഡീസൽ സൌകര്യങ്ങളോടുകൂടിയ പെട്രോൾ പമ്പുകൾ വ്യാപകമാക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. പൊതുവിതരണ രംഗം 94 ലക്ഷം കാർഡുടമകളിൽ 84 ലക്ഷം കാർഡുടമകൾ എല്ലാ മാസവും പൊതുവിതരണ കേന്ദ്രമായിട്ടുള്ള റേഷൻ ഷോപ്പുകളിൽ എത്തുകയാണ്. ആ റേഷൻ ഷോപ്പുകളിൽ അവർക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യം എത്ര എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിക്കുന്നു. അവരുടെ ക്വാണ്ടിറ്റി കൃത്യമായി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. ഏറ്റവും ക്വാളിറ്റിയുള്ള മെച്ചപ്പെട്ട അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനുള്ള നടപടി ഊർജിതമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വരുന്ന വർഷം തന്നെ ഇപോസ് മിഷനും അത് ത്രാസുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. അതിലൂടെ ഒരു മണി അരി പോലും കുറയാതെ കൃത്യമായി റേഷൻ കടക്കാർക്കും റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനമാണ് ഈ വകുപ്പ് ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഏറ്റവും അധികം വില നൽകുന്ന 28 രൂപ 32 പൈസ നൽകി 1 കിലോ നെല്ല് സംഭരിക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം പല ചർച്ചകളും വിമർശനങ്ങളുമെല്ലാം വരുമ്പോഴും എല്ലാ വർഷവും കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പരിപൂർണമായി സംഭരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളം മാത്രമാണ്. അത് കുറവുകൾ മാറ്റിയെടുത്തുകൊണ്ട് നെല്ല് സംഭരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പുതിയ ആധുനിക സാങ്കേതിക വിദ്യ അടക്കം അതിനകത്ത് നടപ്പാക്കാനുള്ള നടപടികൾ നടക്കുകയാണ്.